കേരളത്തിലെ ഗതികെട്ട ജനതയെ ഇനി കാത്തിരിക്കുന്നത് 11 ദിവസം നീണ്ടുനിന്ന മാരത്തൺ ചർച്ചയ്ക്ക് ശേഷം ഇന്നലെ VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചു. ഇനിയാണ് ക്ലൈമാക്സിലേക്ക് കടക്കുന്നത്. സമയബന്ധിതമായി മന്ത്രിമാരെ തീരുമാനിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുന്നിലെ ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം, ഇടഞ്ഞു നിൽക്കുന്ന രമേശ് ചെന്നിത്തലയെ എങ്ങനെ സമാധാനിപ്പിക്കും എന്നുള്ളതാണ്. ഈ രണ്ട് ചോദ്യങ്ങൾക്ക് കോൺഗ്രസ് എന്ന് ഉത്തരം നൽകും എന്നുള്ളതാണ് കേരളീയർക്ക് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഏപ്രിൽ 18-ാം തീയതി, അതായത് തിങ്കളാഴ്ച മുഖ്യമന്ത്രിയും മന്ത്രിമാരുമടക്കം സത്യപ്രതിജ്ഞ ചെയ്യുമെന്നാണ്. ഇതിൻ്റെ പ്രായോഗിക വശത്തിലേക്ക് കടക്കാം. നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച അന്നു മുതൽ മന്ത്രിക്കുപ്പായം തുന്നിയിട്ടവരാണ് ഇവരെല്ലാവരും തന്നെ. അതുകൊണ്ട് തന്നെ മന്ത്രിസ്ഥാനത്തേക്ക് കടുത്ത വടംവലി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള തർക്കത്തേക്കാൾ ഉപരിയായി മന്ത്രിസ്ഥാനത്തേക്കുള്ള കടിപിടി രൂക്ഷമാകുമെന്ന് നമുക്ക് ഇപ്പോഴേ ഊഹിക്കാം. സമയബന്ധിതമായി മന്ത്രിമാരെ പ്രഖ്യാപിക്കാൻ UDFന്, പ്രത്യേകിച്ച് കോൺഗ്രസിന് കഴിയുമോ എന്നുള്ളതാണ് ഇന്നും ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇന്ന് രാവിലെ മുതൽ മന്ത്രി സ്ഥാനത്തിലേക്ക് വേണ്ടിയുള്ള അടി തുടങ്ങുമെന്നുള്ള കാര്യം ഉറപ്പാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തേക്കുള്ള അടി കഴിഞ്ഞു, ഇനിയുള്ളത് മന്ത്രിസ്ഥാനത്തേക്കുള്ള അടിയാണ്. എങ്ങനെയെല്ലാമാണ് UDF മന്ത്രിസ്ഥാനത്തെ വിഭജിക്കുന്നത് എന്ന് നമുക്ക് ഒന്ന് കണക്ക് കൂട്ടാം. ലീഗിന് 22 സീറ്റുകളാണ് ഇത്തവണ ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗിന് ഒരു 5 മന്ത്രിമാർ വരെ ലഭിക്കാനുള്ള അധികാരമുണ്ട്. ധാർമ്മികമായിട്ടുള്ള ഒരു അവകാശമാണ് മുസ്ലിം ലീഗിന് 5 മന്ത്രിമാരെ ലഭിക്കുക എന്നുള്ളത്. മറ്റൊന്ന്, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമാണ്. ജോസഫ് വിഭാഗത്തിന് ഒരു സീറ്റെങ്കിലും കൊടുത്തേ മതിയാവുകയുള്ളൂ. മാത്രമല്ല, അവർ ഒരുപക്ഷെ ചീഫ് വിപ്പ് സ്ഥാനത്തേക്ക് കൂടി അവകാശവാദം ഉന്നയിച്ചാൽ അതും അവർക്ക് നൽകേണ്ടി വരും. മറ്റൊന്ന് RSP ആണ്. ഷിബു ബേബി ജോണിന് എന്തായാലും ഒരു മന്ത്രിസ്ഥാനം ഉറപ്പാണ്. അതുപോലെ തന്നെ CMPയുടെ CP ജോൺ വിജയിച്ച് കയറിയിട്ടുണ്ട്. CP ജോണും മന്ത്രിസ്ഥാനത്തേക്ക് വരുമെന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പായി. ഇനി പാലായിൽ മത്സരിച്ച് വിജയിച്ച മാണി C കാപ്പനെ എന്ത് ചെയ്യും എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുന്നിൽ ഉയരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ ഒന്ന്. മാണി C കാപ്പനെ ടേം അടിസ്ഥാനത്തിൽ മന്ത്രിയാക്കുമോ എന്നുള്ളതാണ് അറിയാനുള്ള കാര്യം. ഇത്രയും ഘടകകക്ഷികൾക്ക് നൽകിക്കഴിഞ്ഞാൽ കോൺഗ്രസിന് ലഭിക്കുന്നത് 10ഓ 11ഓ മന്ത്രിസ്ഥാനമാണ്. 10 മന്ത്രിസ്ഥാനം എന്ന് കരുതുക. ആ 10 മന്ത്രിസ്ഥാനത്തിൽ കോൺഗ്രസിന് എന്തെല്ലാം മാനദണ്ഡങ്ങൾ പരിഗണിക്കേണ്ടി വരും എന്ന് നമുക്ക് ഒന്നാലോചിക്കാം. ഒന്ന്, മന്ത്രിയുടെ മതം നോക്കേണ്ടതുണ്ട്. 2, വനിതാ പ്രാതിനിധ്യം ഉറപ്പാക്കേണ്ടതുണ്ട്. പ്രാദേശിക വികാരങ്ങൾ കണക്കാക്കേണ്ടതുണ്ട്. അങ്ങനെ വിവിധ മാനദണ്ഡങ്ങൾ പരിശോധിച്ചാൽ എങ്ങനെയാണ് ഈ 10 മന്ത്രിമാരെ കോൺഗ്രസ് ഒതുക്കി നിർത്തുക എന്നുള്ളത് വലിയൊരു പ്രശ്നമാണ്. കാരണം ഘടകകക്ഷികളിൽ മുസ്ലിം ലീഗിന് പ്രാതിനിധ്യമുണ്ട്. കേരള കോൺഗ്രസിന് ജെയ്ക്ക് അവിടെ ക്രൈസ്തവ ഭൂരിപക്ഷമാണുള്ളത്. ഷിബു ബേബി ജോണും മാണി C കാപ്പനും CP ജോണും ക്രൈസ്തവ വിഭാഗത്തിൽ നിന്നുള്ളവരാണ്. അതുകൊണ്ട് കോൺഗ്രസിന്റെ ഈ 10 മന്ത്രിമാരിൽ എത്ര ക്രൈസ്തവരെ കൂടി ഉൾപ്പെടുത്തും, എത്ര മുസ്ലിങ്ങളെ കൂടി ഉൾപ്പെടുത്തും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അവിടെ സാമുദായികമായ ഒരു സന്തുലിതാവസ്ഥ കോൺഗ്രസിന് പാലിച്ചേ മതിയാവുകയുള്ളൂ. അതുകൊണ്ട് ഈ കിട്ടുന്ന 10 മന്ത്രിമാരിൽ എത്ര മുസ്ലിങ്ങളെയും എത്ര ക്രൈസ്തവരെയും ഉൾപ്പെടുത്തും എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. അതോടൊപ്പം തന്നെ ജാതി നോക്കേണ്ടതുണ്ട്. നേരത്തെ സൂചിപ്പിച്ച വനിതാ പ്രാതിനിധ്യം നോക്കേണ്ടതുണ്ട്. അങ്ങനെ 100 കൂട്ടം കാര്യങ്ങൾ കോൺഗ്രസിന് ഈ 10 മന്ത്രിമാരുടെ കാര്യത്തിൽ മാനദണ്ഡമായി പരിഗണിക്കേണ്ടി വരും. അതുകൊണ്ട് തന്നെ 18-ാം തീയതി മുഖ്യമന്ത്രിക്കൊപ്പം മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. അത് ഇപ്പോഴത്തെ ഒരു താൽക്കാലിക തീരുമാനമാണ്. ഇതൊക്കെ പോട്ടെന്ന് വെക്കാം. തുടക്കത്തിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ രമേശ് ചെന്നിത്തലയെ അനുനയിപ്പിച്ച്
കൊണ്ടുവരിക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ മുന്നിലെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. അദ്ദേഹം അനുനയിച്ച് വന്നാൽ തന്നെ എന്ത് സ്ഥാനമാണ് അദ്ദേഹത്തിന് നൽകുക? ആഭ്യന്തരമന്ത്രി സ്ഥാനം എന്തായാലും വി ഡി സതീശൻ വിട്ടുകൊടുക്കാൻ യാതൊരു സാധ്യതയുമില്ല. മറ്റൊന്നുള്ളത് സ്പീക്കർ സ്ഥാനമാണ്. അദ്ദേഹത്തിന് സ്പീക്കർ സ്ഥാനം യോജിച്ചതാണോ എന്നുള്ള കാര്യം അത് അദ്ദേഹം തീരുമാനിക്കേണ്ട കാര്യമാണ്. എന്തായാലും രമേശ് ചെന്നിത്തലയെ ഇന്നലെ രാത്രി വരെ അനുനയിപ്പിക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞിട്ടില്ല, സംസ്ഥാന കോൺഗ്രസിനും കഴിഞ്ഞിട്ടില്ല, ഹൈക്കമാൻഡിനും കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കോൺഗ്രസ് എത്തി നിൽക്കുന്ന അവസ്ഥ ആലോചിച്ച് നോക്കുക. 3 ഭിന്ന ഗ്രൂപ്പുകളായിട്ടാണ് കോൺഗ്രസ് നിൽക്കുന്നത്. അതായത് 3 പാർട്ടികളായിട്ട് നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ കോൺഗ്രസിനെ വിശേഷിപ്പിക്കാം. പഴയ കരുണാകരൻ, ആന്റണി, തിരുത്തൽവാദി എന്നതുപോലെ തന്നെ 3 കൃത്യമായ ഗ്രൂപ്പുകളായി, 3 ദ്വീപുകളായി കോൺഗ്രസ് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒന്ന് കെ സി വേണുഗോപാൽ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ്, 2 വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ്, മറ്റൊന്ന് രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പ്. നേരത്തെ പറഞ്ഞ എല്ലാം പോകട്ടെ, എല്ലാ സമവാക്യങ്ങളും ശരിയാക്കി ഇനി അധികാരത്തിലേക്ക് എത്തി ഭരണം തുടങ്ങിയാൽ ഈ ഗ്രൂപ്പുകൾ അടങ്ങിയിരിക്കുമോ എന്നുള്ളതാണ് ചോദ്യം. കോൺഗ്രസിന്റെ പാരമ്പര്യം വെച്ചാണെങ്കിൽ ഒരു കാരണവശാലും ഈ 3 ഗ്രൂപ്പുകളും അടങ്ങിയിരിക്കത്തില്ല. അടിയോടടിയാണ്. നമ്മൾ കണ്ടതാണ് കരുണാകരന്റെ കാലത്ത്, ആന്റണിയുടെ കാലത്ത്, ഉമ്മൻചാണ്ടിയുടെ കാലത്ത് എങ്ങനെയാണ് തെരുവിൽ തല്ലിയത് എന്ന് നമ്മൾ കണ്ടതാണ്. ശരത്ചന്ദ്ര പ്രസാദിന്റെ തുണിയുരി നമ്മൾ കണ്ടതാണ്. രാജ്മോഹൻ ഉണ്ണിത്താനെ അപമാനിക്കുന്നത് നമ്മൾ കണ്ടതാണ്. അത്തരത്തിലുള്ള തെരുവ് യുദ്ധത്തിലേക്ക്, ഗ്രൂപ്പ് പോരിലേക്ക്, ചന്ത അടിയിലേക്ക് കോൺഗ്രസ് മാറും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്തായാലും ഇത്രയും സങ്കീർണമായ ഒരു മുഖ്യമന്ത്രി പ്രക്രിയയ്ക്ക് ശേഷം വരുന്നത് ഇനി മന്ത്രിമാരെ എങ്ങനെ തീരുമാനിക്കും എന്നുള്ളതും രമേശ് ചെന്നിത്തലയെ എങ്ങനെ അനുനയിപ്പിക്കും എന്നുള്ളതും ഈ വരാൻ പോകുന്ന ഗ്രൂപ്പ് യുദ്ധം ഭരണത്തെ എങ്ങനെ ബാധിക്കുമെന്നുള്ളതുമാണ് കേരളത്തിന്റെ മുന്നിലുള്ള പ്രധാനപ്പെട്ട ആകാംക്ഷ. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.